19 വാക്യം നമുക്ക് ഇവിടെ വായിക്കാം. ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19 വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവനായ എൻ്റെ കുഞ്ഞുങ്ങളെ. ഒരു നിമിഷം കൈകൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സർവീസിനായ നല്ല പിതാവേ, ഇതിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സ്തോത്രം പറയുന്നു. ദീർഘമായ സമയമെടുത്ത് വ്യാഖ്യാനിക്കേണ്ട ഒരു വേദഭാഗമാണ് എങ്കിലും സമയബന്ധിതമായി ഇത് സമാപിക്കും. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളുടെയും സവിസ്തരമായ ഒരു വിശദീകരണം അസാധ്യമാണ് എന്ന് നിങ്ങൾക്ക് പറയാം. എങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് അത് നിങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ രചനകളെല്ലാം തന്നെ വളരെ ഗംഭീരമായതാണ്. പൗലോസിൻ്റെ രചനകളിൽ ആഴത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ്. ഒരു ആവേശകരമായ പ്രസംഗത്തിന് അപ്പുറത്ത് ആഴമായ പഠനത്തിന് വിധേയമാക്കേണ്ട വാക്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉള്ളതെല്ലാം. അങ്ങനെയുള്ള വളരെ ചിന്തനീയമായ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്യം ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് സമീപകാലത്തൊക്കെ ഞാൻ പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ പൗലോസിൻ്റെ രചനകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഒരുപാട് പുതിയ വാക്കുകൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. നമ്മൾ കേൾക്കുന്നത് പോലെ വീണ്ടെടുപ്പ്, വീണ്ടും ജനനം, ദത്തെടുപ്പ്, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആധാരമായിരിക്കുന്ന അനേക ചിന്താവിഷയം പൗലോസ് തൻ്റെ രചനകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പൗലോസ് ഈ ഗലാത്യ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ആണ് ഈ വാക്യത്തിൽ. ആ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്, തത്തുല്യമായൊരു വാക്ക്, ട്രവൈൽ, ഈറ്റുനോവ്, പ്രസവവേദനപ്പെടൽ എന്നാണ്. എന്തിനാണ് പൗലോസ് ഇങ്ങനെ പ്രസവവേദനപ്പെടൽ അനുഭവിക്കുന്നത്? മറ്റൊന്നുമല്ല, ക്രിസ്തു ചില ഹൃദയങ്ങളിൽ ഉരുവാകേണ്ടതിന് അദ്ദേഹം പ്രസവവേദനപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, പദസമ്പത്ത് പരിശോധിച്ചാൽ പൗലോസിന്റെ ആവനാഴികയിൽ ധാരാളം പദസമ്പത്തുണ്ട്. അതുകൊണ്ടാണ് പൗലോസിന്റെ രചനകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു, ന്യൂ വേർഡ്സ് ഫോർ ന്യൂ തോട്ട്സ്, പുതിയ ചിന്തകൾക്ക് പുതിയ വാക്കുകൾ അവതരിപ്പിക്കുന്ന ആളായിരുന്നു പൗലോസ്. അപ്പൊ അദ്ദേഹം ക്രിസ്തു അനേക ഹൃദയങ്ങളിൽ ജനിക്കേണ്ടതിന് വേണ്ടി, ഉരുവാകേണ്ടതിന് വേണ്ടി അനുഭവിക്കുന്ന വേദനയ്ക്ക് തുല്യമായ ഒരു പദം അദ്ദേഹത്തിൻ്റെ പദസമ്പത്തിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അനുഭവിക്കാത്ത ഒരു നൊമ്പരത്തെ കുറിച്ചാണ് ആ വേദനയോട് തത്തുല്യമായി പറയുന്നത്. അത് ഈറ്റുനോവാണ്. നമുക്കറിയാം, 2 തരത്തിലുള്ള ജന്മം ഈ ഭൂമിയിലുണ്ട്. ഒന്ന് നാച്ചുറൽ ബർത്താണ്, സ്വാഭാവികമായ ജന്മം. നമ്മളെല്ലാം നാച്ചുറൽ ബർത്തിലൂടെയാണ് ഈ ഭൂമുഖത്ത് വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവും വചനവും കൂടെ ചെയ്യുന്ന ഒരു ജനനമുണ്ട്. അത് സൂപ്പർ നാച്ചുറൽ ബർത്താണ്, അമാനുഷമായ ഒരു ജനനം. ഇന്ന് ദൈവ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ
നമ്മൾ ഓർക്കണം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കാനുള്ളത് ഒരു സൂപ്പർ നാച്ചുറൽ ബർത്താണ്, അമാനുഷമായ ഒരു ഉരുവാണ്. അത് ചെയ്യാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനത്തിനും ചിലതിനെ പുതുതായി ഉരുവാക്കാനായിട്ട് കഴിയും. അസാധ്യമെന്ന് പറയുന്ന ഇടത്ത്, ഒരു സാധ്യതയും കാണാനില്ലാത്ത ഇടത്ത് ചിലത് പുതുതായി ഉരുവാക്കാൻ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും കഴിയും. അതിന് നമ്മൾ വേദനപ്പെടേണ്ട വേദനയുടെ ആ വേദന എന്താണ്, അതിന് പകരം വയ്ക്കാൻ താൻ അന്വേഷിച്ച് നോക്കിയിട്ട് വേറെ ഒന്നും കാണുന്നില്ല. താൻ അതിനുപയോഗിച്ച വാക്കാണ് പ്രസവ വേദന. ഇന്ന് സന്ധ്യാവേളയിൽ ദൈവസന്നിധിയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ചിലതിനെയൊക്കെ ഉരുവാക്കാൻ കഴിയുന്ന ഒരു വേദന നമ്മുടെ നടുവിൽ നമ്മിൽ നിന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ചിലതിനെ ഉളവാക്കി തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഉരുവാക്കുക. അപ്പൊ ഇതിന് തിരുവചനത്തില് ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും ചിന്തനീയമായ ഒരു ഭാഗം, ദൈവത്തിൻ്റെ ദൂതൻ മറിയയോട് വന്ന് പറയുന്ന ഒരു ദൂത് എന്താണത്? നിന്നിൽ ഒരു ഉരുവാകൽ നടക്കാൻ പോവുകയാണ്. അപ്പൊ കാര്യകാരണ സഹിതം അത് വിലയിരുത്തിയ മറിയ പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. യുക്തിയും കാരണവും എല്ലാം കൂടെ സമ്മേളിച്ചുകൊണ്ട് മറിയ പരിശോധിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയേയില്ല. പക്ഷെ ദൂതൻ പറഞ്ഞത് ഉരുവാകാൻ പോവുകയാണ്, ഒരു ഉരുവാകൽ നടക്കാൻ പോവുകയാണ്. അതിനാണ് മറിയ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? സംഭവിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ദൈവസന്നിധി ഇരിക്കുമ്പോഴും അങ്ങനെയാണ്. സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ചില വിഷയങ്ങളുമായി നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാണ്, അല്ല, ചിലത് ഉളവാകും, ചിലത് ഉരുവാകും, ചിലത് സംഭവിക്കും. പക്ഷെ നമ്മുടെ യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ ആ ഉരുവാകൽ ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദൂതൻ പറയാണ് അങ്ങനെ സംഭവിക്കാൻ ഇന്നത്തെ ദൂതന്മാർ നേരിട്ട് വന്ന് പറയണം എന്ന് ആരെങ്കിലും ശഠിക്കുന്നുണ്ടെങ്കിൽ, ദൂതൻ നേരിട്ട് വന്ന് പറയുന്ന പരിപാടി ദൈവം നടത്തി. സ്തോത്രം. വേദപുസ്തകത്തിലെ പല കാര്യങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട്, അതിൻ്റെ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ കാലവും അപ്പോസ്തോലിക കാലവും പരിശോധിക്കുമ്പോൾ ദൂതന്റെ നേരിട്ടുള്ള പ്രത്യക്ഷത അല്ലേ? അപ്പൊ ഇന്ന് രാത്രിയിൽ ഞാൻ ദൂതൻ നേരിട്ട് വന്ന് പറഞ്ഞാല് കേൾക്കൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദൂതന്മാരാരും വരുന്നില്ല. ഇന്നത്തെ ദൂതൻ ഞാനാണ്. ഇനി ദൂതൻ നേരിട്ട് വന്ന് ദൂത് പറയുന്ന ഇടപാടില്ല. പിന്നെന്താണ്? നമ്മളെയാണ് ദൈവം ദൂതന്മാരായിട്ട് അയക്കുന്നത്. ഈ രാത്രിയിൽ എന്നിലൂടെ ദൈവം നിങ്ങളോട് ഉള്ള ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസാധ്യമെന്ന് കരുതിയ ചില വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവദാസന്മാരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ചിലതിനെ പുതുതായി ഉളവാക്കാൻ കഴിയുന്ന, ഉരുവാക്കാൻ കഴിയുന്ന സർവശക്തന്റെ സാന്നിധ്യം രാത്രികളുടെ കൈകൾ വീശി ദൈവത്തിന് മഹത്വപ്പെടുത്താട്ടെ. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളുടെ കാര്യം അടിച്ചു
മഹത്വം കൊടുക്കാം. അസാധ്യമെന്ന് പറയുന്ന ഇടയ്ക്ക് ചിലതിനെ സംഭവിപ്പിക്കാൻ അത് ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും ദൂതൻ പറഞ്ഞപ്പോ മറിയ പറഞ്ഞ് സംഭവിക്കാൻ സാധ്യത. അവിടെ മറിയ പറഞ്ഞതാണ് കറക്റ്റ്. കാരണം സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ആളുകളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു നാച്ചുറൽ ബർത്ത് അല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്ന സൂപ്പർ നാച്ചുറൽ കാര്യമാണ്, അമാനുഷമായ കാര്യമാണ്. അത് മാനുഷിക ശക്തി കൊണ്ട് സാധിക്കുന്നതല്ല. പക്ഷെ അത് സാധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും ഇന്ന് രാത്രി നമ്മുടെ മധ്യവും. പൗലോസ് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് അറിയാം താൻ പ്രസവവേദന പോലെ വേദനിച്ച ചില ആളുകളുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉരുവാകും. അപ്പൊ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ യേശുക്രിസ്തു ഉരുവായത്, യേശുക്രിസ്തു ജനിച്ച് സ്തോത്രം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ആരെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ അവരുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് വേണ്ടി പ്രസവവേദനപ്പെടൽ പോലെയുള്ള നൊമ്പരം അനുഭവിച്ചത് കൊണ്ടാണ് യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉരുവായത് എന്ന് രാത്രി ഓർക്കുക. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഈ രാത്രി ഞാൻ പറയുന്നു, അസാധ്യമെന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ചില വിഷയം എങ്ങനെ സംഭവിക്കും പാസ്റ്ററേ? കാരണം എൻ്റെ യുക്തി കൊണ്ട് പരിശോധിച്ചിട്ട് അത് നടക്കാൻ യാതൊരു സാധ്യതയില്ല. ഞാൻ ഇന്ന് രാത്രി പറയുന്നത്, ദൈവത്തിന്റെ ദൂതൻ പറയുന്നത് യുക്തിയുടെ കാര്യമല്ല, ശക്തിയുടെ കാര്യമാണ്. യുക്തി മാറ്റിവെക്ക്, ദൈവശക്തി വ്യാപരിക്കും. പലപ്പോഴും നമുക്ക് ദൈവപ്രവൃത്തി കാണാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ യുക്തി കൊണ്ട് ആലോചിക്കുമ്പോൾ നടക്കാൻ ഒരു സാധ്യതയില്ല. ആ ആൾ രക്ഷിക്കപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ആ രോഗി സൗഖ്യമാക്കാൻ യാതൊരു സാധ്യതയില്ല. നമുക്ക് വേണ്ടി ആ വഴി തുറക്കാൻ യാതൊരു സാധ്യതയില്ല. അത് നമ്മുടെ യുക്തി. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയിൽ നീ ഞാനും വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രി നിനക്ക് വേണ്ടി ചിലത് പുതുതായി ഉരുവാക്കി തരാൻ സർവശക്തന് കഴിയും എന്ന് പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ജീവിതം പരിശോധിക്കും. നമ്മള് ജീവിതത്തിൽ അനുഭവിച്ച നന്മകള് വിടുതലുകളുടെ ഒക്കെ സാക്ഷ്യം നമുക്കുണ്ടല്ലോ. ആ വിടുതലെല്ലാം ഓർത്തു, മനുഷ്യർക്ക് സാധിച്ചു തരാൻ കഴിയാത്ത പല കാര്യങ്ങളും ദൈവം തന്നെ ചെയ്തതാണെന്ന് ബോധ്യമുള്ള ആളുകൾ ഇരിപ്പുണ്ട്. അത് ദൈവം തന്നെ ചെയ്തതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റും, അത് ദൈവമല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു 100 കാര്യങ്ങൾ ഈ ജീവിതയാത്രയിൽ എനിക്കുണ്ട്. നിങ്ങളൊന്ന് ഓർത്തെടുത്ത്, അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതൊരു മനുഷ്യനും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അത് അസാധ്യമായിരുന്നു. പിന്നെ അത് എങ്ങനെ സംഭവിച്ചെന്നറിയാമോ? വചനവും ആത്മാവും നിനക്ക് വേണ്ടി, അത്യുന്നതന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിച്ചത് കൊണ്ടാണ് ആ അത്ഭുതം നടന്നതെങ്കിൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിക്കും. ഒന്ന് കാര്യം അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകല വിശ്വാസങ്ങളും സകല ആധിപത്യ ശക്തികളിൽ ഞങ്ങൾ അഭിഷിക്ത ഒരുമിച്ച് ശാസിക്കുന്നു. എനിക്ക് വചനം വ്യാഖ്യാനമാണ് എൻ്റെ ശുശ്രൂഷ. എനിക്ക് കാണ്ട വരുന്ന പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ അറിയാത്ത ആളാണ്. നടക്കും, പൗലോസ് നടക്കത്തില്ല. വെറുതെ ഉരുവാകൽ നടക്കത്തില്ല. നല്ല താളത്തിൽ നിന്ന് കേൾക്കാവല്ലോ.
പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദത്തിനിടയിൽ എല്ലാം നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. നമ്മൾ വലിയ ബന്ധക്കാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഉറക്ക വർത്താനം പറയുമ്പോൾ അവർ പറയും, വലിയ പറയുന്നു കൊച്ചു ഉറങ്ങാണ്. കാരണം വർത്താനം കേട്ടാൽ ആ കൊച്ചു ഉണരുമെന്നാണ് പറയും. അപ്പം ഞാനൊരു അത്ഭുതം പറഞ്ഞു. പെന്തിക്കോസിലെ പിള്ളേർ, നമ്മുടെ പിള്ളേരെല്ലാം ഈ തമ്പേറിൻ്റെ കീഴിൽ കിടന്ന് ഉറക്കം ചെയ്യുന്നത് ശരിയല്ലേ? വലിയൊരു അത്ഭുതമാണ്. തമ്പേറിൻ്റെ കീഴിൽ കിടന്ന് നമ്മുടെ പിള്ളേരെല്ലാം ഉറങ്ങുന്നു. അതെല്ലാം ഒരു അത്ഭുതമാണ്. അപ്പം നമുക്ക് ഈ ബഹളമൊന്നും ഒരു പ്രശ്നമല്ല, കാരണം നമ്മളെ ബഹളക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ബഹളത്തിനകത്തൊക്കെ കേൾക്കുമെന്നുള്ളത് വേറെ ഒരു സമൂഹത്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും സ്വതന്ത്രം. ഇത്രയും വലിയ ബഹളം പുറത്ത് നടക്കുമ്പോൾ യോഗം പ്രസംഗിക്കാനൊക്കെ, പക്ഷെ എന്നിട്ട് നിങ്ങൾ കേട്ടിരിക്കുക. അതാ മഹാത്ഭുതം. അപ്പോൾ നമ്മളെ ബഹളക്കാരാണ്. അപ്പോൾ നമ്മുടെ ബഹളത്തോട് ഒക്കെയല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനിടയ്ക്കൂടി ഇത് കേട്ടോണ്ടിരിക്കണം. അപ്പോ പൗലോസ് പറയാണ്, ക്രിസ്തു ഉരുവാണ്. ശരിക്കും വിടുതലൊക്കെ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കളെ, നമ്മൾ അനുഭവിച്ച വിടുതലൊക്കെ ചുമ്മാതെ കിട്ടിയതല്ല. പ്രസവവേദനപ്പെടൽ പോലെ ഈ ഭാഗത്തിരിക്കുന്ന ആരും പ്രസവവേദനപ്പെടൽ അനുഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ലേബർ റൂമിന്റെ വെളിയിൽ നിന്നൊരു പകുതി അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇവരനുഭവിച്ചോളം അത്ര അനുഭവിക്കാൻ പറ്റും. ഇന്നിപ്പം പിന്നെ വേദനയൊന്നും ഇല്ലല്ലോ, കാലങ്ങൾ മാറിപ്പോയി. പക്ഷെ പൗലോസ് പറഞ്ഞ അത്രയും വലിയ നൊമ്പരം. അപ്പൊ ഈ പ്രസവ വേദനപ്പെടലിന്റെ ഒരു പ്രത്യേകത എന്താ? ഒരു പുതിയ ജന്മം നടക്കുക. ആ വേദനയുടെ പരിസമാപ്തിയിൽ ഒരു ജന്മം നടക്കുക. ഇതാണ് പൗലോസ് പറഞ്ഞ, ഒരാളുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കാൻ ഞാൻ ഏറ്റുനോവ് അനുഭവിക്കുക. ഇന്ന് രാത്രി വെറുതെ ആത്മാക്കൾ വരികയില്ല, വെറുതെ പുതിയ ആളുകൾ ദൈവസന്നിധിയിലേക്ക് വരികയില്ല. ആരെങ്കിലുമൊക്കെ ഏറ്റുനോവിന്റെ നൊമ്പരം അനുഭവിച്ചിട്ടാണ് ചില ആളുകളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ഉരുവാകുന്നതെങ്കിൽ ഈ സെൻട്രൽ കൺവെൻഷനിൽ ഞാൻ പറയുന്നു, ആത്മാക്കളെ വേണോ? ഏറ്റുനോവ് അനുഭവിക്കുന്ന പൗലോസുമാർ എഴുന്നേൽക്കണം. എങ്കിൽ മാത്രമേ ആദ്യ അനേകരുടെ ഹൃദയങ്ങളിൽ യേശു ഉരുവാകൂ. അത് പബ്ലിക്കിലാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി അത് പറയാമായി. അതങ്ങനെ നിങ്ങൾ വിടുകയാണ്. അപ്പം നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കാൻ എന്താണ് അത്ഭുതം നടക്കുന്നത്? വചനവും ആത്മാവും. ഈ പ്രസംഗിക്കാൻ വരുന്ന ഞങ്ങൾ ആരും അത്ഭുതം കൊണ്ടല്ല വരുന്നത്. ഈ വചനവും ആത്മാവുമാണ് അത്ഭുതം ചെയ്യുന്നത്. നമുക്കറിയാം അല്ലേ? അപ്പോ ഇങ്ങനെ ഏറ്റുനോവിന്റെ പ്രാർത്ഥന പൗലോസ് നടത്തി. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ക്രിസ്തുവിന് 12 പേര് അപ്പോസ്തലന്മാർ, അതിൽ 3 പേര് പ്രാർത്ഥന സഹകാരികൾ. ഞാനിരുന്ന സഭകളിലൊന്നും 100 പേരെയും കൂടെ 100% ആളുകളെയും കൊണ്ട് ഒരു പ്രാർത്ഥന മാത്രമായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. മാസയോഗത്തിന് വരെ കൂടും, കൺവെൻഷന് വരും, കല്യാണത്തിന് വരും, 100% ആളുകൾ. പക്ഷെ പ്രാർത്ഥന മാത്രം 100% ആളുകളെ കൊണ്ട് നടത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, കർത്താവ് തന്നെ പറഞ്ഞത് എനിക്ക് തോന്നി, എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഈ 12 എണ്ണത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശു കൊണ്ടുപോയത് 3 പേരെയാണ് അല്ലേ? അപ്പം 4-1 പ്രാർത്ഥനക്കാരേ ഉള്ളൂ. സ്തോത്രം. എല്ലായിടത്തും അത്രയേ ഉള്ളൂ. 4-1. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ടീമിൽ 3 പേര്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അത് 2 പേര് സഹോദരന്മാർ. IPCയിലെങ്ങാനും സെൻറ്ററിലൊരു കമ്മിറ്റി എടുക്കുമ്പോൾ ചേട്ടനെ അനിയനെയും കൂടെ എടുത്താലുള്ള ബുദ്ധി തന്നെയാണ് ഓർത്തു കൊടുക്കും. പക്ഷെ വചനപ്രകാരമാണെങ്കിൽ
പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ചേട്ടനെ അടിനെ എടുക്കുന്നതിന് ഒരു കുഴപ്പവും യേശുവിന്റെ ദൈവം അങ്ങനെയായിരുന്നു. യാക്കോബും യോഹന്നാനും. അപ്പൊ ഇനി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ചേട്ടനെ വേണ്ടി വിടുന്നാലും ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഇവരെയാണ് പ്രാർത്ഥിക്കാൻ യേശുക്രിസ്തു കൊടുക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മരിച്ചവനെ ഉയർപ്പിക്കാൻ വരെ ഇവരെയാ പ്രാർത്ഥന. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഈറ്റുനോവിന്റെ പ്രാർത്ഥന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗത്സമനയിലാണ്. ഈ ഗത്സമനയിൽ എത്തുമ്പോൾ യേശു ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും. ആദ്യത്തെ സ്ഥലം അത് മിക്കവാറും വെറുതെ ഇരിക്കുവാനായിരിക്കും. നിങ്ങളിവിടെ ഇരിക്കും. അവര് ഗത്സമനയിൽ വെറുതെ ഇരിക്കുകയാണ്, അതിന് മുമ്പും വെറുതെ ഇരിക്കുകയാണ്. എല്ലാ യോഗത്തിലും കൊണ്ട് കുറെ വെറുതെ ഇരിക്കുകയാണ്. എന്തിനായിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. സ്തോത്രം. ഇവിടെ അങ്ങനെയുള്ളവർ ഉണ്ടെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാനിങ്ങനെ പറയും. അതുകൊണ്ട് ഞാനിങ്ങനെ വിളിക്കാം. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിവിടെ ഒന്നാമത്തെ പേര്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനാത്രയത്തെ യേശു മുമ്പോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് അവരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന്. ഞാൻ ചോദിക്കട്ടെ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥനയാണോ വലിയ പ്രാർത്ഥന, അതോ ഗത്സമനയിലെ പ്രാർത്ഥനയാണോ? ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും. കാരണം ഇപ്പം മരിച്ചവരെ ഉയർപ്പിക്കുന്ന പ്രാർത്ഥന പലതും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടല്ലോ, അല്ലേ? നമ്മളിൽ ചിലരും പോയി അവിടെ ഇരുന്ന് എൻ്റെ ദൈവമേ ഉയർപ്പിക്കണേ ഉയർപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ചീഞ്ഞഴുകയല്ലാതെ ഒരു മരിച്ചവന് ഉയർത്താൻ പോകുന്നില്ല. എന്നാ കാര്യം? അത് പിടിക്കലല്ല. ഞാനിപ്പോൾ ഇവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്, ദയവ് ചെയ്ത് ഒറ്റ ഒരാളും പ്രാർത്ഥിച്ചേക്കാം. ബോഡി വീട്ടിലെത്തിക്കാനുള്ള പണി ചെയ്യുന്നു. കാരണം എങ്ങനെയും പോയാൽ മതിയെന്നാണ് ഞാൻ. കാരണം ഉയർപ്പ് ഇനി ആവശ്യമില്ല. സമീപകാലത്തൊക്കെ മൃതദേഹം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു, എന്നാ കുഴപ്പം? ഞാൻ പറഞ്ഞു, വചനം അങ്ങനല്ല പറയുന്നത്. യേശുക്രിസ്തു പോലും ഈ പരിപാടി കൂടുതൽ ചെയ്തിട്ടില്ല. 3 പേരെ ഉപയോഗിച്ചു. ശരിയാണോ? അതെ. പിന്നെ പുസ്തകം പഠിക്കുന്നവൻ അറിയണം, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. എടാ റൈസ, ആരാ റൈസെന്നറിയോ? നിനക്ക് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ല, അതുകൊണ്ടാണ് നീ ഈ പണി ചെയ്യുന്നത്. IPCയിലെ ഒറ്റ ഒരെണ്ണം പോയെങ്കിൽ മരിച്ച അപ്പോസ്തോലിക പ്രമാണം പഠിച്ചു നോക്കണം. പൗലോസ് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ഇന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി ക്രിസ്തുവിൽ മരിച്ചവരെ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അടക്കം നടത്താനാണ് പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് അത് കേട്ട് ഗ്ലോറി